ഒരു ദിവസം കുട്ടുറുമീസ് പട്ടണത്തിലൂടെ നടക്കുകയായിരുന്നു. ആ 5-സ്റ്റാർ ഹോട്ടൽ. ഞാൻ ഇതുവരെ 5-സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് എന്തായാലും അതിൽ കയറി ഫുഡ് കഴിക്കണം. വിശന്നിട്ട് മനുഷ്യന് കണ്ണ് കാണുന്നില്ല. പക്ഷേ എൻ്റെ കയ്യിൽ അതിനുള്ള പണമില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ അതിൽ കയറി ഭക്ഷണം കഴിക്കും? അവൻ ഓരോരോ സൂത്രങ്ങൾ ആലോചിക്കാൻ തുടങ്ങി. ഐഡിയ! ഈ പാറ്റയെ വെച്ചൊരു സൂത്രം ഒപ്പിക്കണം. അവൻ ആ പാറ്റയെയും എടുത്തുകൊണ്ട് റെസ്റ്റോറന്റിലേക്ക് കയറി. സർ, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഫുഡാണ് വേണ്ടത്? എനിക്കിവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും വില കൂടിയ ചിക്കൻ ബിരിയാണി വേണം. 5 മിനിറ്റ്, ഇപ്പോൾ കൊണ്ടുവരാം സർ. ഇതാ സർ നിങ്ങൾക്കുള്ള ചിക്കൻ ബിരിയാണി. നല്ല ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണി. ഹാവു, വയറ് നിറഞ്ഞു. ഭാഗ്യം, ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ പാറ്റയെ ഇനി പ്ലേറ്റിലേക്ക് ഇടാം. ഹേയ്, ഇവിടെ ആരുമില്ലേ? എവിടെ ഈ കടയുടെ ഉടമസ്ഥൻ? ഇങ്ങോട്ട് വരൂ. എന്തു പറ്റി സാർ? എന്തിനാ നിങ്ങൾ ദേഷ്യപ്പെടുന്നത്? ഇത് നോക്ക്, ഈ ചിക്കൻ ബിരിയാണിക്കകത്ത് നിന്ന് എനിക്കൊരു പാറ്റയെ കിട്ടി. ഇങ്ങനെയാണോ നിങ്ങൾ സെർവ് ചെയ്യുന്നത്? കഷ്ടം. അയ്യോ, ക്ഷമിക്കണം സാർ. ഇതുവരെ ഈ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വെയിറ്ററെ ഒന്ന് വിളിക്കട്ടെ. വെയിറ്റർ, ഇങ്ങോട്ട് വരൂ. എന്താ സർ, എന്താ പറ്റി? ഇത് നോക്കൂ, ഈ ചിക്കൻ ബിരിയാണിക്കകത്ത് ഈ പാറ്റ എങ്ങനെ വന്നു? അതെ, ഇതൊക്കെ കഴിച്ച് എനിക്ക് വല്ല ഫുഡ് പോയ്സണും വരില്ലെന്ന് ആര് കണ്ടു? ഞാൻ ആ ചിക്കൻ ബിരിയാണി വളരെ ശ്രദ്ധയോടു കൂടിയാണ് എടുത്തത്. അതിലൊന്നും ഞാനൊരു പാറ്റയെയും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇതിപ്പോ എവിടുന്ന് വന്നു? അത് പിന്നെ എങ്ങനെ കാണും? ഇത് പാറ്റ ചിക്കൻ ബിരിയാണിക്കകത്തായിരുന്നില്ലേ? ഇതുണ്ടാക്കിയ ഷെഫിനെ പറഞ്ഞാൽ മതി. അയാളുടെ ശ്രദ്ധക്കുറവാണ് എല്ലാത്തിനും കാരണം. അങ്ങനെയെങ്കിൽ ഷെഫിനെയും വിളിക്കാം. ഷെഫ് റാഗോൺ, ഒന്നിങ്ങോട്ട് വരൂ. എന്താ സർ, എന്താ പറ്റി? ഇത് നോക്കൂ, ഇയാൾക്ക് സെർവ് ചെയ്ത ചിക്കൻ ബിരിയാണിയിൽ നിന്നും ഒരു പാറ്റയെ കിട്ടിയിട്ടുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു? ഞാൻ വളരെ സൂക്ഷിച്ചു തന്നെയാണ് ഭക്ഷണം പാകം ചെയ്തത്. ഇതൊരിക്കലും എന്റെ മിസ്റ്റേക്ക് ആവില്ല. പിന്നെ ഇത് എന്റെ മിസ്റ്റേക്ക് ആണോ? ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു റെസ്റ്റോറന്റ്. നിങ്ങൾ ദേഷ്യപ്പെടാതിരിക്കൂ സാർ. ഞാൻ ഇതിന്റെ CCTV ഫുട്ടേജ് ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഞാൻ പോവുകയാണ്. ഇല്ല, ഇതിന്റെ സത്യം തെളിയിക്കാതെ നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പോവാൻ പാടില്ല. അതെ, അത് ഞങ്ങളുടെ റെസ്റ്റോറന്റിന്റെ ഇമേജിനെ ബാധിക്കും. സാർ, ഇത് നോക്കൂ, ഇവൻ ഒരു ചതിയനാണ്. ഇവൻ തന്നെയാണ് പാറ്റയെ പ്ലേറ്റിലേക്ക് ഇട്ടത്. വയറ് നിറയെ ഭക്ഷണം കഴിച്ച് തെമ്മാടിത്തരം കാണിക്കുന്നോടാ. അയ്യോ, എനിക്കൊരബദ്ധം പറ്റിയതാണ്. ഇതിന് നീ തക്ക ശിക്ഷ അനുഭവിക്കണം. ഞാൻ പോലീസിനെ വിളിക്കട്ടെ. ഹലോ, SI ശ്രീകുമാർ സാർ അല്ലേ? താജ് ഹോട്ടലിൽ ഒരുത്തൻ ഭക്ഷണം കഴിച്ചിട്ട് പണം തരാതെ മുങ്ങാൻ നോക്കുകയാണ്. സാർ ഒന്ന് വന്ന് ഇതിനെതിരെ ആക്ഷൻ എടുക്കണം. ഇനി നീ മേലാൽ ആരെയും പറ്റിക്കാൻ ശ്രമിക്കരുത്. ഇത് നിനക്കൊരു പാഠമാവട്ടെ.